അഴിമതി ആരോപണം ആവർത്തിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. പ്രളയത്തിന് കാരണം ജലവിഭവ വകുപ്പിന്റെ വീഴ്ച. സ്പിൽവേയിലെ മണ്ണെടുപ്പിനായി വെള്ളം തുറന്നുവിട്ടില്ല. കരിമണൽ ഖനനത്തിനാണ് പ്രാധാന്യം നൽകിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പ്രളയത്തിലും CPM BJP ഡീൽ എന്ന് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല. വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്? എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇൻറ്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിൻ്റെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ളതാണ്. മാത്യു കുഴൽനാടൻ ആരോപണത്തിന് പിന്നാലെ നിരാഹാര സമരവുമായി പാലക്കാട് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസ് MLAയും രാജിവെക്കണമെന്നാണ് ആവശ്യം. കേരളം വലിയൊരു ദുരന്തം ഉണ്ടായത് മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നലെ ഒരു നിലവിലെ മന്ത്രി പറഞ്ഞ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആരോപണ വിധേയനായ MLA ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. രണ്ടുപേരും ഉടനടി രാജിവെക്കണം. ശബ്ദരേഖ വ്യാജമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒട്ടും വൈകാതെ, ഒരു നിമിഷം പോലും വൈകാതെ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും പരാതി കൊടുക്കണം. വിപിൻ C വിജയൻ വിവരങ്ങൾ. വിപിൻ, ഇലക്ഷൻ കാലമാണ്. അവസാന ഘട്ടത്തിൽ വരുന്ന ആരോപണങ്ങൾക്ക് ഉറപ്പായും പൊളിറ്റിക്കൽ മാർജിനുണ്ട്. പക്ഷേ ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം ദുർബലമായ ന്യായം മാത്രമാണത്. അല്ലെങ്കിൽ കേസ് കൊടുക്കണം, AI ആണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഈ പറഞ്ഞ ഇലക്ഷൻ രാഷ്ട്രീയം എന്നതിനപ്പുറം നാട് മുഴുവൻ കഷ്ടപ്പെട്ട അങ്ങേയറ്റം വലഞ്ഞ ഒരുപാട് പേർക്ക് ഈ പറയുന്ന വീട്ടിലടക്കം വെള്ളം കയറി വലിയ ദുരന്തം, മാരകമായ ദുരന്തമായിരുന്നല്ലോ. അതിൽ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെക്കുന്ന ആരോപണം കൃത്യമായി എന്താണ്? അതിൽ കൃഷ്ണൻകുട്ടിയുടെ പ്രതിരോധം എങ്ങനെയാണ് വിപിൻ? അശ്മി, കലാശക്കൊട്ട് ദിവസം മാത്യു കുഴൽനാടൻ തുറന്നുവിട്ട ഒരു വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അത് രാഷ്ട്രീയ കേരളത്തിൽ കത്തുകയാണെന്ന് നിസ്സംശയം പറയാം. കാരണം ആ പ്രളയം അത് സാധാരണഗതിയിൽ ഉണ്ടായതാണോ അതല്ല അതൊരു മനുഷ്യനിർമ്മിതമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. അപ്പോൾ അന്നൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച അതൊരു ഡാം മാനേജ്മെന്റിന്റെ ഒരു ചെറിയ വീഴ്ച അല്ലെങ്കിൽ അതിലൊരു അനാസ്ഥ ഉണ്ടായി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ആ സമയത്ത് തുറക്കാതിരുന്നത് ആ കരിമണൽ അവിടെ ഉണ്ടായിരുന്നു. ആ കരിമണൽ ഒലിച്ചു പോകാതിരിക്കുന്നതിനുള്ള ഒരു ജാഗ്രതയായിട്ടായിരുന്നു അന്ന് തോട്ടപ്പള്ളി സ്പിൽവേ അത്രയും വെള്ളമായിരുന്ന ഒരു സമയത്ത് തുറക്കാതിരുന്നത് എന്നുള്ളത് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നു. അതിന് അദ്ദേഹം പ്രൂഫായി കാണിക്കുന്നത് K കൃഷ്ണൻകുട്ടി അന്നത്തെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള മാത്യു T തോമസിനെതിരെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടിയാണ്. എന്നാൽ ഈ ഓഡിയോ ക്ലിപ്പ് അത് AI ആണോ എന്ന് വരെ സംശയമുണ്ട്. താൻ അങ്ങനെ പറഞ്ഞതായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് K കൃഷ്ണൻകുട്ടി പറയുന്നത്. മറ്റൊന്ന്, ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവർ പറയുന്നത് നിയമസഭയിൽ ഈ വിഷയം വന്ന സമയത്ത് എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ ഇത് ഉന്നയിച്ചില്ല എന്നുള്ളത് ഒന്നായി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ഒരു പ്രളയം അത് മനുഷ്യനിർമ്മിതമല്ല, അത് സാധാരണഗതിയിൽ മഴ പെയ്ത് ഉണ്ടായതാണ് എന്നുള്ളത് കോടതി വരെ അംഗീകരിച്ചതാണ് എന്നുള്ളത് CPM-ന്റെയും LDF പൊതുവെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ വീണ്ടും കാണുകയും ജലവിഭവ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായിരുന്ന മണ്ണിനാണ് ഈ മണൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ കൺസേൺ, അല്ലാതെ വെള്ളം തുറന്നു വിടുക അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതിനായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം എന്തുകൊണ്ട് BJP-യുടെ നേതാക്കൾ ആരും തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇത്രയും സമയമായിട്ടും ഇതിൽ മൗനം പാലിക്കുകയാണ്? അപ്പോൾ ഒരു CPM BJP ഡീൽ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം ഒരു പ്രധാന ആരോപണമായി വരുന്നു. അല്ലെങ്കിൽ ഇത് സംസാരിക്കേണ്ട ആളുകളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. അത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം വന്നിട്ടും അതിൽ വേണ്ടത്ര ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് പറയുന്നത്. പക്ഷേ നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ K കൃഷ്ണൻകുട്ടി ഇന്നും ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ തന്നെ കൂടുതൽ ചർച്ചയാകും ഈ വിഷയം എന്നുള്ളതും തീർച്ചയാണ്. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.